ഹലോ ഗൈസ്, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ, അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുന്നൊരു ദിവസമായിരിക്കും. എല്ലാവരും ജോലിക്ക് പോകുന്നവരൊക്കെ റെസ്റ്റ് എടുക്കുന്നൊരു ദിവസമായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു സൺഡേ വ്ളോഗ് എടുക്കാം. ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും, അപ്പം അവർക്ക് മേ ബി കാണാനായിട്ട് ഇഷ്ടം ഉണ്ടായാലോ. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ ഇന്നത്തെ ഒരു വ്ളോഗ് എടുക്കാം. ഫുൾ ഡേ വ്ളോഗൊന്നും ഉണ്ടാവില്ല. അപ്പം മമ്മി എന്തോ സ്പെഷ്യലായിട്ട് ലഞ്ചിന് വേണ്ടി ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാം, നിങ്ങൾക്കും കൂടി കാണാം എന്ന് എനിക്ക് തോന്നി. അപ്പം എന്താ ഫുഡ് ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല, ഞാൻ താഴേക്കിറങ്ങി പോയില്ല. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാം. മമ്മിയെടുത്ത് ചോദിക്കാം എന്താണ് ഉണ്ടാക്കുന്നതെന്ന്. ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. മമ്മി, ഇന്ന് സൺഡേ സ്പെഷ്യൽ എന്താ മമ്മി ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ട് എൻ്റെ മക്കൾക്ക് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ട ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ. ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, നാരങ്ങാനീര് ഇതൊക്കെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങാം. ഓക്കെ, എന്നാ ഇനിയിപ്പോൾ നമുക്ക് കാണാം. ആദ്യമായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഇനി നമുക്ക് മുന്തിരി അണ്ടിപ്പരിപ്പും ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്ത് അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അല്പം നെയ്യ് ഒഴിച്ചിട്ട് ബിരിയാണിക്ക് ആവശ്യമുള്ള ഉള്ളി വറുത്തെടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വാട്ടിയെടുക്കാം. ഉള്ളി നന്നായിട്ടായിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമുള്ള എല്ലാ സ്പൈസസും പാനിലേക്ക് ഇടാം. ഇനി അതേ പാനിലേക്ക് തന്നെ നമുക്ക് ചിക്കൻ ഗ്രേവി തയ്യാറാക്കാനുള്ള ഉള്ളിയിട്ട് നന്നായി വാട്ടിയെടുക്കാം. ഗായ്സ്, ഇതാരാ വന്നിരിക്കുന്നത് നോക്ക്. ഈ ബിരിയാണിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ സ്മെല്ല് കേട്ടിട്ടാന്ന് തോന്നുന്നുണ്ട് പൂച്ച എത്തിയിട്ടുണ്ട്. ഉള്ളി നന്നായി വഴന്നു വന്നതിൻ്റെ ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് ചതച്ചതും ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതേ സമയത്ത് തന്നെ നമുക്ക് ബിരിയാണി തയ്യാറാക്കാനായിട്ടുള്ള വെള്ളം ഓൾറെഡി അവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. തിളച്ച വെള്ളത്തിലേക്ക് സാജീരകം, ഉപ്പ്, ഒരു നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട് ഞാൻ, പിന്നെ ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് തിളച്ച വെള്ളത്തിലേക്ക് ബിരിയാണി നന്നായി അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച ബിരിയാണി അരി നന്നായി ഇളക്കി മൂടി വയ്ക്കുക. ഇനി ഇതായി വരുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ കറിയുടെ പരിപാടികൾ നോക്കാം. വഴന്ന് വന്ന മസാലയിലേക്ക് തക്കാളി ഇട്ട് മിക്സ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. തക്കാളി നന്നായി വഴന്നതിന് ശേഷം നമുക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി, അര സ്പൂണ് ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം കുറച്ച് നേരം. അതിൻ്റെ ശേഷം മസാലയുടെ പച്ചമണമൊക്കെ നന്നായി മാറിയതിൻ്റെ ശേഷം ചിക്കൻ ഇട്ട് യോജിപ്പിക്കാം. ഇനി ചിക്കൻ നന്നായി ഇരുന്ന് വേവട്ടെ. നോക്കൂ, അപ്പോഴത്തേക്ക് നമ്മൾ റൈസ് നന്നായി ആയിട്ടുണ്ട് കേട്ടോ. സ്റ്റവ് ഓഫ് ചെയ്തു റൈസിൻ്റെ. അത് കഴിഞ്ഞിട്ട് ചിക്കനിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ടിട്ടുണ്ട്. അതൊന്നായതിൻ്റെ ശേഷം 2 സ്പൂണ് തൈരിട്ടിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചിക്കൻ മറ്റേ പാനിൽ വേവാൻ ബുദ്ധിമുട്ടിയത് കാരണം നമ്മൾ ചട്ടിയൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. തൈര് ഒഴിച്ചതിൻ്റെ ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്തു, 1 സ്പൂണ് നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഇനി ഇത് അത്ര എക്സ്പെർട്ടായിട്ടുള്ള ബിരിയാണി പ്രിപ്പറേഷനൊന്നും അല്ല കേട്ടോ.
പക്ഷേ ഇത് ഞാൻ വെക്കുന്ന ഈ ബിരിയാണി എൻ്റെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. ഇപ്പോൾ റൈസും ചിക്കനും എല്ലാം റെഡി ആയതിൻ്റെ ശേഷം നമ്മൾ ബിരിയാണി ദമ്മിടാൻ പോവുകയാണ് കേട്ടോ. ഇനി നമ്മൾ ബിരിയാണി ദം ചെയ്യാൻ പോവുക കേട്ടോ. ആദ്യം വേവിച്ച് വെച്ച ചിക്കനൊക്കെ പാനിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ മീതെ നമ്മൾ റൈസ് ഉണ്ടാക്കി വെച്ച റൈസ് മൊത്തത്തിലിട്ടു. അതിനുശേഷം കളറിന് വേണ്ടിയിട്ട് കുറച്ചൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം ഇതിലൊഴിക്കുന്നുണ്ട്. പിന്നെ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി, മുന്തിരി, അണ്ടിപ്പരിപ്പ് ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ മീതെ സെറ്റാക്കി കൊടുക്കുക. അതിൻ്റെ ശേഷം ഇത്തിരി പുതിനയും മല്ലിയിലയും കൂടി വിതറി കൊടുത്തു. ഇനി നമ്മൾ പാത്രം മൂടി വെച്ചതിൻ്റെ ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് നേരം വെക്കുക. എങ്ങനെയുണ്ട്? സ്മെല്ല് വരുന്നുണ്ടോ? നല്ല സ്മെല്ല്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ശരിക്കും നല്ല സ്മെല്ല് വരുന്നുണ്ട്. ആ ഒരു എന്താ പറയുക, മല്ലിയിലയുടെ ഒക്കെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ബിരിയാണിയുടെ ഒരു സ്മെല്ല് നല്ലപോലെ വരുന്നുണ്ട് അല്ലേ? മമ്മി പ്രോ കുക്കായി. മമ്മി കമോൺ, മമ്മി പ്രോ കുക്ക്. ഗായ്സ്, അങ്ങനെ നമ്മുടെ ബിരിയാണിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഇവിടുത്തെ ഗണപതിക്ക് കൊടുക്കാം. എങ്ങനെയൊരു ടേസ്റ്റ് എന്നൊക്കെ പറയും. ഇപ്പം നമുക്ക് നോക്കാം. പറഞ്ഞേ നമുക്ക് അടിപൊളിയാ, കൊള്ളാം. മമ്മിക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം അടിപൊളിയായിട്ടുണ്ട്. മമ്മി ഞാനും ഓർത്തു, മമ്മിക്ക് ഫുഡൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിട്ട് കഴിച്ച ഫുഡെല്ലാം നല്ല ടേസ്റ്റുള്ള ഫുഡാ. മമ്മിയുടെ മുഖത്തൊരു സങ്കടഭാവം, ജോലി ചെയ്ത് ക്ഷീണിച്ചാന്ന് തോന്നുന്നുണ്ട്. അടിപൊളി. ഗൈസ്, സൺഡേ വ്ളോഗ് എന്ന് പറഞ്ഞാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അതൊരു കുക്കിംഗ് വ്ളോഗായി പോയിട്ടുണ്ട് ഇപ്പം. കാരണം എന്താ പറയുക, രാവിലെ തൊട്ട് ഉച്ച വരെ വേറെ പ്രത്യേകിച്ചൊന്നും നടന്നില്ല. ഞങ്ങൾ ഈ കുക്കിംഗ് ചെയ്യുന്നതിൻ്റെ ഈ വീഡിയോ എടുക്കുന്ന ഈ ഒരു തിരക്കിൽ മാത്രമായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ ബിരിയാണി ഗൈസ് അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ബിരിയാണി കിട്ടിയ തിരക്കിൽ ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങുന്ന ബിരിയാണിയുടെ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ എനിക്ക് ഫീൽ ചെയ്തു. അടിപൊളി ബിരിയാണിയായിരുന്നു. അപ്പം ഇന്നത്തെ ഈ വ്ളോഗ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. കാരണം ഇനിയിപ്പോൾ പ്രത്യേകിച്ച് സൺഡേ ആയിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഞങ്ങൾക്ക്. ഇനിയിപ്പോൾ എല്ലാവരും കൂടി ഒരു മൂവിക്ക് പോകും. അപ്പോൾ അതൊന്നും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഉടനെ അതിനൊരു വ്ളോഗായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.